2025 ഡിസംബർ സെഷനിൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 31, 2025 ഇതുവരെ ഫർദർ എക്സ്റ്റൻഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതി റെഡിയാക്കിയിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പാറ്റേണോടുകൂടി സെറ്റ് ചെയ്ത ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അസൈൻമെൻറ്റ് വെക്കാതെ ഒരു പേപ്പറും നമ്മൾ പാസ്സാവില്ല. അത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് കോഴ്സ് എടുത്തവരായിക്കോട്ടെ, അസൈൻമെൻറ്റ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാതെ അത് പാസ്സാവില്ല. ഈ പറഞ്ഞ ഡേറ്റ് ഒക്ടോബർ 31 എന്ന് പറയുന്ന ലാസ്റ്റ് ഡേറ്റ് സിനോപ്സിസ് വെക്കേണ്ടവർക്കും പ്രൊജക്റ്റ് വെക്കേണ്ടവർക്കും ഒക്കെ ബാധകമാണ്. അതുപോലെ തന്നെ മുന്നേ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലാതെ മുന്നേ എൻറോൾ ചെയ്ത കുറച്ച് പേപ്പേഴ്സ് മാത്രം ബാക്കിയുള്ള സ്റ്റുഡൻസ് അവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഈ ഒരു ഡിസംബർ 2025 സെഷനിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ആ പേപ്പറിൻ്റെ അസൈൻമെൻറ്റ് മുൻപേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അതിൽ ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ മുൻപേ ഈ പർട്ടിക്കുലർ പേപ്പറിൽ അസൈൻമെൻറ്റ് വെച്ചിട്ടില്ല എന്നുമാണെങ്കിൽ ഉറപ്പായിട്ടും അത് വെക്കണം. അത് വെക്കാതെ അല്ലെങ്കിൽ ആ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതെ അതിൻ്റെ മാർക്ക് അതിൽ പാസ്സാവാതെ നമുക്ക് ആ പേപ്പർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എക്സാം നമുക്ക് എഴുതാൻ പറ്റും, എക്സാം എഴുതി പാസ്സാവാൻ പറ്റും, പക്ഷേ നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി കിട്ടില്ല. അതുപോലെ തന്നെ എക്സാം ഡിക്ലറേഷൻ്റെ സമയത്ത് നമ്മളോട് കൃത്യമായിട്ട് അവർ ചോദിക്കുന്നുമുണ്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുമോ എന്നുള്ളത്. ആ ഒരു സത്യവാങ്മൂലത്തിൽ നമ്മൾ ടിക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ വർഷവും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അഡ്മിഷൻ സൈക്കിളാണെങ്കിലും അല്ലെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ ഉള്ളതാണെങ്കിലും ഇതുപോലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണതാണെങ്കിലും ഒക്കെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷേ ഏറ്റവും പെട്ടെന്ന് തന്നെ പരമാവധി ആദ്യഘട്ടത്തിൽ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൃത്യമായിട്ട് ഇഗ്നോ പറയുന്ന രേഖകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ അസൈൻമെൻറ്റും തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യേണ്ടത്. എൻ്റെ റിസൾട്ട് സെൻറ്റർ കലൂർ RC ആണ്. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെ ഞാനത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ പ്ലെയിൻ A4 സൈസ് ഷീറ്റിൽ എഴുതണമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്ന് കൊണ്ടാണ് നമ്മൾ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ RCയിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. RCകൾ തമ്മിൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. 40 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് ആ ഒരു സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് അവർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പുണ്ട്. അവർ സൈൻ ചെയ്ത് സീൽ ചെയ്ത് തരുന്നതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൈവശം സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സുകളുടെ എല്ലാം ഒരു കോപ്പി നമ്മുടെ കയ്യിൽ വെക്കാനും ഇഗ്നോ പറയുന്നുണ്ട്.